ഹായ് ചങ്ങായിമാരെ, നമസ്കാരം. ബി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മോൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ അതിന്റെ മെഷർമെന്റിലേക്ക് പോവാം നമുക്ക്. ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഇങ്ങനെയാണ്. ലെങ്ത് എന്ന് പറയുന്നത് 44 ഇഞ്ച്, ചെസ്റ്റ് 34 ഇഞ്ച്, വെയിസ്റ്റ് 30 ഇഞ്ച്, ഹിപ്പ് റൗണ്ട് 39 ഇഞ്ച്, ഫ്രണ്ടും ബാക്ക് നെക്ക് ഡീപ്പ് എന്ന് പറയുന്നത് 5.25 ഇഞ്ച്, ഷോൾഡർ ഫുൾ ഷോൾഡർ ആണ് 15 ഇഞ്ച്, അതേപോലെ ആം ഹോള് 14 ഇഞ്ച്. ഈ അളവ് വെച്ചിട്ട് ഞാനൊരു സ്ലീവ്ലെസ് കുർത്തി തയ്ക്കാൻ പോവാന്ന്, കട്ട് ചെയ്ത് തയ്ക്കാൻ പോവാന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു 2 മീറ്റർ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നല്ല വശം ഉള്ളിലോട്ടായിട്ട് വരുന്ന വിധത്തില് 2 മടക്ക്. ആ തുണി ഇങ്ങനെ ഇതേപോലെ 2 മടക്കായി 4 മടക്ക് വരുന്ന വിധത്തിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ഒട്ടാകെ 46 ഇഞ്ച് വരുന്നുണ്ട്. ഈ 46 ഇഞ്ചില് ഇത് കറക്റ്റ് ആ ലെങ്ത് മുഴുവനായിട്ടും വേണം നമുക്ക്. ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ച്. അതിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 14 ഇഞ്ച്. 14 ഇഞ്ചിന്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആം ഹോൾ 14, അപ്പൊ അതും 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 6 ഇഞ്ച്, ഒരു മുഴുക്ക് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് നേരെ ജോയിൻ ചെയ്യാം. പിന്നെ നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞാല് 2.5 ഇഞ്ചിൽ നെക്ക് വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ 5.25 6 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഇഞ്ചിൽ അവിടെ എനിക്ക് സ്ക്വയറാണ് വേണ്ട കഴുത്ത്. അപ്പൊ ആ സ്ക്വയറിന്റെ ഇതിൽ താഴെ എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ യോജിപ്പിച്ച ഫ്രണ്ടും ബാക്കും ഒരേ അളവായത് കാരണം ഞാൻ വേറെ ഇതാക്കിയിട്ടില്ല, ഒരേ പീസിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ഒരു സ്ക്വയർ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് 34 ഇഞ്ച്. 34 ഇഞ്ചിന് അതിന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടി 38 ഇഞ്ചിന്റെ 4, അതായത് 38 ഇഞ്ചിന്റെ 4 ഭാഗമാക്കിയത്. ഒമ്പതര ഇഞ്ചില് ഞാനിവിടെ ഒരു മാർക്ക് ചെയ്യാണ്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പൊ ഇതാണ് അങ്ങനെ വരുന്നത്. ആം ഹോള് ജസ്റ്റ് ഇവിടെ ഒരു കർവ് ഇട്ട് കൊടുക്കുക, കാരണം സ്ലീവ്ലെസ് ആണ്, അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒരു കർവ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ സ്ലിറ്റ് ഓപ്പൺ എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചും അപ്പൊ അതിനോടൊക്കെ 20 ഇഞ്ചിൽ 20.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ്. പിന്നെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 39ന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയാൽ 41 ഇഞ്ച്. 41 ഇഞ്ചിന്റെ 4/1 ഭാഗം. അതായത് 10.25 ഞാനിവിടെ ഒരു മാർക്ക് ഇടാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ വേസ്റ്റ് റൗണ്ട് 30 ആണ്. 30ന് 32 ഇഞ്ച് 8 ഇഞ്ച് അതിന്റെ കൂടെ ഒരു 8.25 ഇഞ്ച് വെച്ച് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ജസ്റ്റ് ഞാനൊരു അളവ് വരച്ചു കൊടുത്തിരിക്കുകയാണ്, ഷേപ്പ്. 12.25 താഴെയും അതേ ലെങ്ത്തില് അളവ് മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്ത് ഇനി കട്ട് ചെയ്യാൻ പോവാ. ഇതേ ഫ്രണ്ട് കഴുത്ത് കൈയുടെ ആം ഹോള് ഒരു ഇച്ചിരി കുഴിച്ച് മുറിക്കുകയാണ്. കാരണം ചുരിദാർ ആയത് കാരണം അളവൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഞാൻ മുറിച്ചേക്കണത്.
ബ്ലൗസൊക്കെ ആണെങ്കിൽ കറക്റ്റ് അളവ് എടുത്ത് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വൃത്തി ഉണ്ടാവില്ല. ലൈനിങ് ഇല്ലാതെ സിമ്പിളായിട്ട് തയ്ക്കുന്നതാണ് വൃത്തി, പെട്ടെന്ന് തയ്ക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ അടുത്ത്, അതായത് സ്ലിറ്റ് ഓപ്പൺ വരുന്നിടത്ത് ഒരു കട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ ഈ ഇതിൻ്റെ അടുത്തൊക്കെ ഒരു കട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കട്ടിങ് എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞു, അതിന് ഇത് തയ്ക്കണം. കാരണം ഇതിന് ബാക്കി ഒരുപാട് തുണിയുള്ളത് കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് ഒരു ജസ്റ്റ് പീസ് വെച്ച് മടക്കിയെടുക്കാം. അതായത് ഞാനിങ്ങനെ ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് ലൈനിങ് ഇല്ലാത്ത കുർത്തിയാണ്, അപ്പോൾ അതിന് കുറച്ച് തുണി അങ്ങനത്തെ തുണിയായത് കാരണം ചുരുണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ കഴുത്തിപ്പോൾ കട്ട് ചെയ്യേണ്ട. കഴുത്തിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം ഒരളവിൽ. ഈ 4 ഭാഗവും ഞാനൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇത് ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. രണ്ട് പീസിൻ്റെ അതേപോലെ സൈഡൊന്ന്, അതായത് ഒരു സൈഡ് വേണമെന്നില്ല, കാരണം ഒരു സൈഡ് കരഭാഗം വരുന്നതുമാണ്, പിന്നെ അത് ഷോൾഡറിൻ്റെ ഉള്ളിൽ പോകും. നമുക്ക് ബാക്കി 3 ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടിൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തയ്ക്കാം. ഇതുപോലെ തന്നെ പുറകുവശവും. ഇതുപോലെ തന്നെ ഇതിന്റെ പുറകുവശവും കറക്റ്റായിട്ട് വെക്കുക, തയ്ച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് അതിന്റെ ഇതിൽ സൂചി കുത്തി തിരിച്ചു പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ കോണ് വരുന്നിടയ്ക്ക് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. തന്നെ തയ്ച്ചു കഴിഞ്ഞാൽ നെക്ക് നല്ല കറക്റ്റ് സ്ക്വയർ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ലെവലിൽ നിൽക്കും തയ്ച്ചു കഴിഞ്ഞാൽ. അതിനുശേഷം ഈ സൈഡ് ഓരോ സ്റ്റിച്ച് കൊടുക്കുക.
ഇത് ഒത്തിരി തുണിയുള്ളത് കാരണമാണ് ഞാൻ കഴുത്തിന് ഇങ്ങനെ ഇതുപോലെ ഇതാക്കിയത്. അല്ലെങ്കിൽ ക്രോസ് പീസ് എടുത്തിട്ട് ജസ്റ്റ് മറിച്ച് കൊടുക്കത്തേ ഉള്ളൂ. അടുത്ത ഭാഗവും അതുപോലെ തന്നെ 1 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തിട്ട് മാറ്റാണ്. ഇതിൻ്റെ നെക്കിനും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോസസ്സിൽ തന്നെ ഇതും അതുപോലെ ചെയ്തെടുക്കുക. ഇത് രണ്ടിൻ്റെയും ഒന്നിച്ച് ഷോൾഡർ കൂട്ടിയെടുക്കാം. നമുക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ചരിച്ച് വയ്ക്കണം. എന്നാൽ മാത്രമേ ഷോൾഡർ ഇട്ടാലൊരു വൃത്തി ഉണ്ടാവുള്ളൂ. ഇത് രണ്ടിൻ്റെയും തയ്യൽ നെക്ക് തയ്ച്ചത് ഒരുപോലെ വെച്ച് കറക്റ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് ചരിച്ച് തയ്ക്കുക. ഇനി ഇതിൻ്റെ നെക്ക് ഉള്ളിലേക്ക് മടക്കിയടിക്കാം നമുക്ക്. ഈ രീതിയിലാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. 2 സൈഡും അളവ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അളവ് വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അളവിൽ ജസ്റ്റ് ലോങ് സ്റ്റിച്ചിൽ ഞാനൊന്ന് തയ്ച്ചു കൊടുക്കുകയാണേ. വേറെ ഒന്നുമല്ല, എല്ലാവരും അങ്ങനെ ചെയ്യൂല. എൻ്റെ അളവിന് എൻ്റെ എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നതാണിത്. അതെന്തിനാന്ന് പറഞ്ഞാൽ ഇതേ അളവ് ഈ ഒരു സൈഡും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേ സൈഡ് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഏകദേശം ഒരേ കറക്റ്റ് ആയിരിക്കും. അതിനുശേഷം ഈ ഒരു നൂലങ്ങൾ വലിച്ചു കളഞ്ഞാൽ മാർക്ക് ചെയ്ത അതേ അളവിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു സൈഡ് അടിച്ചു കൊടുക്കുകയെന്ന്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ അടുത്ത സൈഡിലും പിന്നെ തയ്ച്ചു കൊടുക്കുക.
തയ്ച്ച എല്ലാ ഭാഗത്തും ഓരോ സ്റ്റിച്ച് കറക്റ്റായിട്ട് അതുപോലെ പുറത്തേക്കൊന്നും പോകരുത്. കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊന്നും പോവില്ല. എത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ലൈനിങ് ഒന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാം. ഞാൻ ഈ പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതാണിപ്പോൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉള്ളത്. ഇതിപ്പോൾ മോളെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പിക്ക് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു.